ഇത് നമുക്ക് ബീഫ് കറി വെക്കുന്നതിന് നോക്കാം. ഇന്ന് ഞാനിവിടെ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് പോണത് സാധാരണ വെക്കണ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് പോണത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫൊക്കെ നമ്മളിപ്പോൾ എങ്ങനെ കറി വെച്ചാലും ആ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ത്യക്കൊക്കെ പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് മിക്കപ്പോഴും അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കിട്ടിയാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ബീഫിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതേപോലത്തെ ബീഫൊക്കെ നമ്മളിപ്പോൾ കുറച്ച് ചാറിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വെക്കുന്ന പോലെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് ആയിരുന്നാലും നമ്മൾ വിചാരിക്കുന്ന ആ ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിന്ന് വെക്കാൻ പോണ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും ബീഫ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാണ് വെക്കാറ്. എൻ്റെ വീട്ടിലെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതിന് അച്ചാറൊക്കെ അടിക്കുന്ന ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനായിരുന്നാലും വലിയ പാടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 500 ഗ്രാം 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ ഇങ്ങനെ നല്ല ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു 10 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ വെളുത്തുള്ളിക്കും കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളിക്ക് കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ പൊടി പോലെ എടുക്കില്ലേ, മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണില്ല. പിന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉലുവയും വേണം, കായവും വേണം. ഉലുവ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ഉലുവ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കാനായിരിക്കും പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കാം, ഓയിലൊന്നും ഒഴിക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ കല്ലുണ്ടല്ലോ, ആ കല്ലുമ്മ വച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കുക. അപ്പോൾ അത് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പി പോലെ വരും. അത് കഴിഞ്ഞിട്ട് അത് പൊടിച്ചിട്ട് എടുക്കാനായിരുന്നാലും നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഞാനിവിടെ കായം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കായത്തിൻ്റെ കട്ട പൊടിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അത് ഞാനിതിലേക്ക് ചേർക്കുമ്പോൾ എന്തോരം ചേർക്കണമെന്നുള്ളത് പറയാം. അല്ലെങ്കിൽ ഈ കായം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള കായമാണ് എടുത്തേക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കായ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടിയായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അതായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിനീഗർ എടുത്തിട്ടുണ്ട്. ഈ വിനീഗറും ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ എന്തോരം ചേർക്കണമെന്നുള്ളത് പറയാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ബീഫ് പെട്ടെന്ന് വേവണ ബീഫാണ്. അപ്പോൾ ഞാനങ്ങനെ പറയുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇതേപോലെ ബീഫിൻ്റെ റെസിപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് വേവണ ബീഫാന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് അതെന്താ എങ്ങനെയാണ് പെട്ടെന്ന് വേവണേന്ന്. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫിന് അത്യാവശ്യം നല്ല വേവുണ്ടാവും. ആ ബീഫ് നമ്മൾ സാധാരണ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ടാണ് സാധാരണ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. പക്ഷേ ഇവിടെ കിട്ടുന്ന ബീഫ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ബ്രോയിലർ ചിക്കനൊക്കെ കിട്ടത്തില്ലേ, അതേപോലെ ഇരിക്കും ഇവിടുത്തെ ബീഫ്. അപ്പോൾ ഇവിടുത്തെ ബീഫിന് വേവ് വളരെ കുറവായിരിക്കും. കുക്കറിലിട്ടിട്ട് വേവിച്ചില്ലെങ്കിലും ഡയറക്റ്റായിട്ട് നമ്മൾ വേവിച്ചാലും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ മീറ്റ് ഞാനിവിടെ കുക്കറിലിട്ടിട്ട് വേവിക്കാണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ നാട്ടിലെ ബീഫൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഉണ്ടാവും. അപ്പോൾ ഈ കുരുമുളകിൻ്റെ പൊടിയും ഈ ബീഫിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിക്കുക. കുക്കറിലിട്ടിട്ട് നമ്മൾ സാധാരണ ബീഫൊക്കെ വേവിക്കുമ്പോൾ അങ്ങനെ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുക്കറിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ വിസിലിട്ടിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വയ്ക്കാണ്ട് വെറുതെ തന്നെ ഒരു മൂടി പോലെ വെച്ചിട്ട് കുക്കറിൻ്റെ മുകളിൽ മൂടി വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിയിട്ടുകൊണ്ട് കൊടുക്കണം. ഒരുപാട് തീയും കൂട്ടി വയ്ക്കരുത്. എന്നിട്ട് ബീഫ് നന്നായിട്ടൊന്ന് ചൂടായി ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നല്ല ജ്യൂസൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് മാത്രം കുക്കർ ശരിക്കും വിസിലിട്ടിട്ട് അടച്ച് വയ്ക്കുക.
കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റ വിസിൽ മാത്രം വരുത്തിയാൽ മതി. ആ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവനും പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുരിച്ചിട്ട് പോലെ എടുക്കുക. അപ്പോൾ കുക്കറിലിട്ടിട്ട് ഇപ്പോൾ നാട്ടിലെ ബീഫൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വിസിൽ മാത്രം വരുത്തിയാൽ മതി. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഇത് രണ്ടും നല്ല പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കും. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാൻ പോണതിന് മുമ്പ് ഉലുവ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഞാനിവിടെ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ സാധാരണ നല്ലെണ്ണയിലും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എൻ്റെ അടുത്തിപ്പോൾ നല്ലെണ്ണ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതേപോലെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ബീഫ് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതൊന്നും സെപ്പറേറ്റ് നമ്മൾ വഴറ്റണില്ല, കാരണം ഈ ബീഫിൻ്റെ കൂടെ കിടന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടാണ് മുരിഞ്ഞോളും. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലേക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടിയും ചേർക്കണം, മുളകിൻ്റെ പൊടിയും ചേർക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഒന്നല്ലേ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇത്രയ്ക്ക് മുളക് എരിവ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മുളകിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീഫ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിലിട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വിസിലൊന്ന് വരുത്തണം. ഇതിലേക്ക് വിനീഗറും പിന്നെ കായും ഉലുവയൊക്കെയും ഈ ബീഫ് ഒരു 3/4 ഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളമൊക്കെ വന്ന് ബീഫ് ഒരു പകുതി വേവൊക്കെ ആകുമ്പോൾ പിന്നെ തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചിട്ട് പോലെ എടുക്കുക. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് ഇതേപോലെ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇളക്കിയിട്ടും കൊടുക്കണുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഉലുവ ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടില്ലേ അത് ചേർക്കുക. കായം ചേർക്കുക. കായം ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതും ഈ കായം ചേർക്കാം. കാരണം ചിലവർക്ക് കായത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും. വിനീഗർ ചേർക്കാം. വിനീഗർ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. ടീസ്പൂണല്ല ചേർത്തത്, ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഈ തീ ഒന്നും കൂടി ഒന്ന് കൂട്ടി വയ്ക്കാം. ചിലർ പറയാറുണ്ട് വിനീഗർ അങ്ങനെ നമ്മൾ കഴിക്കണത് അങ്ങനെ അത്രയ്ക്ക് നല്ലതല്ലല്ലോ എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു വിനീഗറൊക്കെ നമ്മൾ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തുള്ള ആസിഡ് അതിനകത്ത് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മൾ ആൽക്കഹോളൊക്കെ ചൂടാക്കിയാലും അതിനകത്ത് പിന്നെ ആൽക്കഹോളിൻ്റെ ആ കിക്ക് ഉണ്ടാവണ അതുണ്ടല്ലോ, അത് ഉണ്ടാവില്ല. അതേപോലെ തന്നെയായിരിക്കും ഈ വിനീഗറിലും. ഞാൻ കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ഞാൻ ഇതേപോലെ ഇങ്ങനെ കറികളിലൊക്കെ ചേർത്തിട്ട് ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട്. കാരണം ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പിന്നെയും കിടന്നിട്ട് ഇത് ചൂടാവാണല്ലോ.
ഇനി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ഗ്രേവി പോലെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കുക. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഇടുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3/4 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് നന്നായിട്ട് തിളച്ച വെള്ളം ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. തിളച്ച വഴിക്കാൻ ഓഫ് ചെയ്യണ്ട. ചെറുതായിട്ടൊരു ചാറിലെടുത്താൽ മതി. നല്ല തിക്കായിട്ടുള്ളൊരു ചാറിൽ, ഒരുപാട് ലൂസായിട്ട് എടുക്കണ്ട. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതിൻ്റെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.